വോട്ട് ചിത്രത്തിനിടയിൽ മറ്റൊരു വാർത്ത പ്രധാനപ്പെട്ടത് വന്നിരിക്കുന്നു. തൃശൂർ പോലീസ് കമ്മീഷണറെ മാറ്റും എന്നുള്ള തീരുമാനമാണ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടികളിൽ ഉയർന്നു വന്ന പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ആ, തൃശൂർ പൂരത്തിനിടയിൽ തടസ്സങ്ങൾ ഉണ്ടായത് വലിയ വിവാദമായിരുന്നു. അത്തരത്തിൽ പോലീസിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്? നടപടി എങ്ങനെയുണ്ടാവും? ഫിജി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ നടപടികളിൽ ഉയർന്നു വരുന്ന വലിയ പരാതികൾക്ക് ഒരു തീരുമാനം ഉണ്ടാകണമെന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടുകൂടി അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ കമ്മീഷണറിന്റെ പല ദൃശ്യങ്ങൾ വരെ നേരത്തെയും വ്യക്തമായിരുന്നു. ഈ തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് തന്നെ കുടമാറ്റത്തിനായി കൊണ്ടുവരുന്ന കുട എത്തിക്കുന്നവർ കൂട്ടമായി എത്തി എന്ന് പറഞ്ഞ് അതിനെ തടയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആനയ്ക്ക് പട്ടയുമായി വരുന്നവരെ തടയുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവരോട് ആക്രോശിച്ച് സംസാരിച്ചതായും പരാതി ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അധികമായ നിയന്ത്രണം പോലീസ് കൈകടത്താൻ ശ്രമിച്ചതും പൂരത്തിന്റെ സാഹചര്യം വഷളാകാനുള്ള ഒരു അവസ്ഥയുണ്ടാക്കി എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. മാത്രമല്ല പോലീസ് നിയന്ത്രണം കടുത്ത രീതിയിലായി. സാധാരണഗതിയിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ നിയന്ത്രണം. പോലീസ് കൂടുതൽ കൈകടത്തൽ ഉണ്ടായതോടെ തന്നെ അത് പൂരത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ അന്വേഷണം വേണമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുവരെയും DGP ഈ കാര്യത്തിൽ ഇടപെടുകയോ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് നേരിട്ട് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. മാത്രമല്ല ഈ ഉടൻ തന്നെ പോലീസ് ഈ കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കുമെതിരെ ഉടനെ നടപടിയെടുക്കണം, സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കടക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ നടപടികൾ ഉണ്ടാകും. പക്ഷേ ഒരാഴ്ചക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതേതായാലും DGP റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതിൽ നിന്നാണ് പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് ഇനി കൂടുതൽ വിശദീകരണം ലഭിക്കുക. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വീഴ്ച തന്നെയാണ് ഈ പൂരം അലങ്കോലപ്പെടാനുള്ള സാഹചര്യം അല്ലെങ്കിൽ പൂരത്തിന് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് തന്നെയാണ് ഇപ്പോഴും ആരോപണം ഉയരുന്നത്. ശരി, വിഷ്ണു കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ തൃശൂർ കമ്മീഷണറെ മാറ്റാൻ തീരുമാനമായിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് സംഭവങ്ങൾ അന്വേഷിക്കും, തുടർ നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി പുറപ്പെടുവിച്ചിരിക്കുന്നത്.